വെൽക്കം ടു സ്റ്റോറീസ്. ഇനിയും ഈ വഴിയെ 20. ചായ കുടിച്ചു കഴിഞ്ഞ ഉടനെ മുറിയിൽ കയറി ഷർട്ടും മുണ്ടും മാറ്റി ഒരു ജീൻസും ടീഷർട്ടും ഇട്ട ശേഷം പുറത്തേക്കിറങ്ങിയ മഹിയെ കണ്ട് പൂകത്തിരിക്കുകയായിരുന്ന അമ്മാവൻ നെറ്റി ചുളിച്ചു. എങ്ങോട്ടാ ഇനിയിപ്പോ? സൈമന്റെ വീട് വരെ. നാളെ ഓഫീസിൽ നിന്നും വരുന്നവർക്ക് താമസിക്കാൻ വേണ്ടി റൂം അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കാര്യം ഒന്ന് അന്വേഷിക്കണം. ശരി, പോയിട്ട് വേഗം വരണം. ശരി അമ്മാവ. തല കുലുക്കിക്കൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി. പുറത്തു വരാന്തയിൽ അപ്പോഴും സഭ പിരിഞ്ഞിട്ടില്ലായിരുന്നു. അമ്മമ്മമാരുടെ കയ്യിലിരുന്ന കുഞ്ഞുങ്ങൾ ഇപ്പോൾ അമ്മമാരുടെ മടിയിലെത്തി എന്നൊരു വ്യത്യാസം മാത്രം. എങ്ങോട്ടാ അളിയാ? കാലത്തെ തന്നെ അരിഞ്ഞുണങ്ങി പോകുന്നുണ്ടല്ലോ. ഇനിയും ആരെങ്കിലും വലിചാടിക്കാനാണോ? അരമതിലിൽ കൈകുത്തി പുറത്തേക്ക് ചാടാനൊരുങ്ങുകയായിരുന്ന മഹി സന്തോഷളിയൻ പറഞ്ഞത് കേട്ട് തൂണിൽ പിടിച്ചൊന്ന് വട്ടം കറങ്ങി മുഖം അളിയന്റെ ചെവിക്കരികിലേക്ക് അടുപ്പിച്ചു. അളിയ, എന്റെ കൈകൊണ്ട് തന്നെ പെങ്ങളെ വെറുതെ വിധവയാക്കരുത് പ്ലീസ്. അനിതയുടെ മടിയിലിരുന്ന ആദിക്കുട്ടന്റെ കവിളിൽ അവനൊരു ഉമ്മയും കൊടുത്തു. മാമന്റെ ചക്കരക്കുട്ടൻ വരുന്നുണ്ടോടാ? കുഞ്ഞാതി അവനെ നോക്കി പല്ലുകാട്ടി ചിരിച്ചപ്പോഴേക്കും അവൻ ചേച്ചിയുടെയും അളിയന്റെയും ഇടയിൽ കൂടി പുറത്തേക്ക് ചാടിയിരുന്നു. എന്താ സന്തോഷേട്ടാ അവൻ പറഞ്ഞത്? അനിത ചോദിച്ചു. ഏയ് ഒന്നുമില്ലടാ, അവന് മനസ്സിനെന്തോ ഭയങ്കര വിഷമമുണ്ട്, അത്രേ ഉള്ളൂ. എങ്ങോട്ടാ മഹിയേട്ടാ? ഞാനും വരട്ടെ? അതിനിടയിൽ ചാടി എഴുന്നേറ്റ നേത്ര വിളിച്ചു ചോദിച്ചു. ഏയ് വേണ്ടടി, നാളെ വൈകുന്നേരത്തെ റിസപ്ഷന് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട്, ഒരു സർപ്രൈസ്. അത് അറേഞ്ച് ചെയ്യാൻ പോവുകയാ. ശെടാ, അതെന്തായിരിക്കും ആ സർപ്രൈസ് പ്രോഗ്രാം? നേത്ര മൂക്കത്ത് വിരൽ വെച്ച് മേലോട്ട് നോക്കി ആലോചിക്കുന്നതിനിടയിൽ മഹി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് പാഞ്ഞുപോയി. കാലത്ത് സൈമന്റെ അപ്പച്ചനും അമ്മച്ചിയും കൂടി മുറ്റത്തു നിന്ന് ചെടികൾ നനച്ചുകൊണ്ട് സംസാരിക്കുന്നതിനിടയിലാണ് ഗേറ്റിന് മുന്നിൽ ഒരു സ്കൂട്ടി വന്നു നിൽക്കുന്നത് കണ്ടത്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുന്ന പെൺകുട്ടിയെ കണ്ട് അപ്പച്ചൻ മനസ്സിലാവാത്തതുപോലെ നിന്നപ്പോൾ അമ്മച്ചി ആശ്ചര്യത്തോടെ അവളെ നോക്കി. കടന്നു വന്ന പെൺകുട്ടിയുടെ പരിചയഭാവത്തിലുള്ള ചിരിയും ഭാര്യയുടെ ആശ്ചര്യം നിറഞ്ഞ മുഖഭാവവും കണ്ട് വർഗീസ് ചോദിച്ചു, ആരടി ത്രേസി അത്? ഇതാണ് ഇച്ചായ നിഷ. ആ കുട്ടിയെ നോക്കി ചിരിക്കുന്നതിനിടയിൽ ത്രേസ്യ പറഞ്ഞുകൊടുത്തു. ഏത്? നമ്മുടെ മോനോടും ആ മഹിയോടും ഇടക്കൊക്കെ പ്രശ്നമുണ്ടാക്കുന്ന കുട്ടിയോ? ഓ, പറയുന്ന കേട്ടാ തോന്നും നിങ്ങളുടെ മോനൊരു പുണ്യാളനാണെന്ന്. ഒക്കെ കണക്കാ. അപ്പോഴേക്കും അടുത്തേക്ക് എത്തിയ നിഷയെ നോക്കി ചിരിച്ചുകൊണ്ട് അവരവളെ അകത്തേക്ക് ക്ഷണിച്ചു. വാ മോളെ. ആന്റി, സൈമണില്ലേ? ഉണ്ട്, എഴുന്നേറ്റിട്ടില്ല. മോൾ അകത്തേക്ക് വാ, ഞാൻ വിളിക്കാം. ഏസി ആന്റി അവളുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് നടക്കുന്നതിനിടയിൽ അവൾ വർഗീസ് അങ്കിളിനെ നോക്കി ചിരിക്കാൻ മറന്നില്ല. വർഗീസ് അങ്കിളും അവളെ നോക്കി ചിരിച്ചിട്ട് ചെടി നനക്കൽ തുടർന്നു. അകത്തേക്കു കയറിയതും ആന്റി പറഞ്ഞു, മോളിരിക്ക്, ഞാൻ അവനെ വിളിക്കാട്ടോ. അതും പറഞ്ഞ് പുള്ളിക്കാരി താഴത്തുള്ളൊരു മുറിക്കകത്തേക്ക് കയറിപ്പോയി. മുകളിലെ ഏതോ മുറിയിൽ ഒരു കോളിംഗ് ബെൽ മുഴങ്ങുന്ന ശബ്ദം കേട്ട് നിഷ ചുറ്റിനും നോക്കി. കോളിംഗ് ബെൽ മുകളിലെ മുറിയിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്നു, എന്തോന്നത്? അവൾ ആലോചിക്കുന്നതിനിടയിൽ ആന്റി മുറിയിൽ നിന്നും തിരികെ പുറത്തേക്ക് വന്നു. അവനെ വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ വരും കേട്ടോ. മോൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? അയ്യോ വേണ്ട ആന്റി, ഞാൻ ചായ കുടിച്ചിട്ടാ വീട്ടിൽ നിന്നിറങ്ങിയേ. ആന്റി, മുകളിലൊരു കോളിംഗ് ബെല്ലിന്റെ ശബ്ദം. അതവനെ വിളിച്ചതാ മോളെ. അവന്റെ മുറിയിൽ അപ്പച്ചനൊരു കോളിംഗ് ബെൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ നിന്ന് വിളിച്ചാലൊന്നും അവൻ കേൾക്കത്തില്ലെന്നേ. ഇതാകുമ്പോ 2 അടി അടിച്ചാൽ മതി, ആള് താഴെ എത്തും. പറഞ്ഞിട്ട് ആന്റി അവളെ നോക്കി ചിരിച്ചു. എന്താ അമ്മച്ചി ഇത്? മണി 9 പോലും ആയിട്ടില്ല. മുകളിൽ നിന്നും സൈമന്റെ പരിദേവനം കേട്ട് നിഷ മുഖമുയർത്തി നോക്കി. ഒരു കുട്ടി നിക്കർ മാത്രമിട്ട് കണ്ണും തിരുമിക്കൊണ്ട് മുകളിൽ നിൽക്കുന്നവനെ കണ്ട് പൊട്ടിവന്ന ചിരി കടിച്ചമർത്തിക്കൊണ്ട് അവൾ വാപുത്തി. അപ്പോഴാണ് സൈമണും അവളെ കണ്ടത്. അയ്യോ! ഒറ്റച്ചാട്ടത്തിന് അവൻ മുറിക്കകത്തേക്കു കയറി. നന്നായുള്ളു, നേരത്തെ എഴുന്നേക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. അവന്റെ ചാട്ടം കണ്ട് ചിരിച്ചിട്ട്
ആന്റി നിഷയോട് ചോദിച്ചു. നിങ്ങൾ തമ്മിൽ അത്ര രസത്തിലല്ലല്ലോ മോളെ, പിന്നെന്താ ഇപ്പോൾ ഇവനെ കാണാൻ വന്നത്? അതൊക്കെ പണ്ടല്ലേ ആന്റി. ഇപ്പോ ആമ്പുവിന്റെയും മഹിയുടെയും കല്യാണം കഴിഞ്ഞതോടെ ഞങ്ങളും കൂട്ടായി. നാളെ വൈകുന്നേരത്തെ റിസപ്ഷന് കുറച്ച് പരിപാടികൾ അറേഞ്ച് ചെയ്യാനുണ്ട്. ഞാൻ അതിന്റെ കാര്യം സംസാരിക്കാൻ വന്നതാ. എന്നാ മോളിരിക്കെ, ഞാൻ ഒരു ചായ എടുത്തിട്ട് വരാം. വേണ്ടെന്ന് പറയും മുന്നേ ആന്റി അടുക്കളയിലേക്ക് പോയി. ചായയുമായി ആന്റി തിരികെ എത്തിയ സമയത്താണ് സൈമണും മുകളിൽ നിന്നും വന്നത്. ഫ്രഷായി ഒരു ടീഷർട്ടും 3/4 ഇട്ട് ഇറങ്ങി വന്ന അവൻ നിഷയുടെ അടുത്ത് നിന്നിരുന്ന അമ്മച്ചിയെ കനപ്പിച്ചൊന്ന് നോക്കിയിട്ട് നിഷയുടെ എതിരെയുള്ള കസേരയിലേക്ക് ഇരുന്നു. നീ എന്താ പതിവില്ലാതെ ഈ വഴിക്ക്, അതും ഇത്ര വെളുപ്പിന്? വെളുപ്പിനോ? മണി 9 കഴിഞ്ഞ് ചേക്ക. അവൾ അവനെ കളിയാക്കി. എന്റെ മോളെ, രാത്രി 2 മണി വരെയൊക്കെ മൊബൈലിൽ കണ്ടവന്മാരെയൊക്കെ കൊല്ലുന്ന കളിയും കളിച്ചുകൊണ്ടിരിക്കുന്ന ഇവനെ 9 മണിയെന്നൊക്കെ പറഞ്ഞാലേ നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടല്ലേ എന്റെ കൊച്ച് വെളുപ്പിനെ എന്ന് പറഞ്ഞത്. മോളൊന്നും വിചാരിക്കല്ലേ. അമ്മച്ചി. അവൻ അമ്മച്ചിയുടെ നേരെ തിരിഞ്ഞു. അപമാനിച്ചു കഴിഞ്ഞെങ്കിലേ ഒന്ന് പോയി തരാമോ? ഓ. ചുണ്ടിന്റെ കോണൊന്ന് കയറ്റിപ്പിടിച്ചുകൊണ്ട് അവനെ നോക്കിയിട്ട് അമ്മച്ചി പുറത്തേക്കു നടന്നു. അമ്മച്ചി പോയി കഴിഞ്ഞതും അവൻ നിഷയ്ക്ക് നേരെ തിരിഞ്ഞു. ഇനി പറയ്, എന്താ പ്രശ്നം? അതോ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണോ? എങ്ങനെ മനസ്സിലായി? മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു, ശകുനി നേരിട്ടല്ലേ വന്നിരിക്കുന്നേ. അതും പറഞ്ഞ് അവൻ ഇളിച്ചു. ഹയ്യ, തമാശിച്ചതാണ്. അവൾ അവനെ നോക്കി കെറുവിച്ചു. നീ കാര്യം പറയിച്ചു. എടാ, മഹിയുടെ അമ്മമ്മ പറഞ്ഞ കാര്യത്തെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നത്. അവരെ തമ്മിൽ അടുപ്പിക്കാൻ എന്റെ കയ്യിൽ നല്ലൊരു ഐഡിയ ഉണ്ട്. പറയ്. അതെ, അല്പം പ്രൈവസി കിട്ടിയാൽ കൊള്ളായിരുന്നു. നമുക്ക് നിന്റെ മുറിയിലേക്ക് പോയാലോ? അവൾ ചോദിച്ച ഉടനെ അവൻ എഴുന്നേറ്റു. അതിനെന്താ, വാ. അവൻ അവളെയും വിളിച്ച് മുകളിലേക്ക് പോയ സമയത്താണ് അപ്പച്ചനും അമ്മച്ചിയും മുറ്റത്ത് നിന്നും അകത്തേക്ക് കയറി വന്നത്. പിള്ളേരെ മുൻവശത്ത് കാണാതെ വന്നതോടെ വർഗീസ് ചോദിച്ചു, എങ്ങോട്ട് പോയടി നിന്റെ മകൻ ആ കൊച്ചിനെയും കൊണ്ട്? അവൻ അവളെയും വിളിച്ച് അവന്റെ റൂമിൽ പോയെന്ന് തോന്നുന്നു. അതോ അവന്റെ കൂട്ടുകാരനെ പോലെ അവനും ആ കൊച്ചിനെ ചാടിച്ചോ? ഏയ്, അതെന്തായാലും ഉണ്ടാകില്ല. നിങ്ങളുടെ അല്ലേ മോൻ, അതിനുള്ള ധൈര്യമൊന്നും അവനുണ്ടാകില്ല. നീ അവനെ അത്രയ്ക്കങ്ങ് കൊച്ചാക്കണ്ട. ഒരു വെടിക്കുള്ള മരുന്നൊക്കെ അവന്റെ കയ്യിലുമുണ്ട്. താഴെ അപ്പച്ചനും അമ്മച്ചിയും കൂടി മകന്റെ വീര്യത്തിലുള്ള സംശയ നിവാരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുകളിൽ സൈമന്റെ മുറിയുടെ കോലം കണ്ട് താടിക്ക് കയ്യും വെച്ച് നിൽക്കുകയായിരുന്നു നിഷ. എന്തോന്നാടാ ഈ കാണുന്നേ? ഇത് നിന്റെ മുറിയാണോ അതോ പശുത്തൊഴുത്തോ? അവൾ താടിക്ക് കൈവച്ച് അവനെ നോക്കി. മുറി നിറയെ വാരി വലിച്ചിട്ടിരിക്കുന്നത് ധൃതി പിടിച്ചൊതുക്കിക്കൊണ്ട് അവൻ അവളെ നോക്കി കണ്ണുകൾ ചിമ്മി. വാ, ഇരിക്ക്. കട്ടിലിനടുത്ത് കിടന്നിരുന്ന കസേരയിലേക്ക് അവളെ ഇരുത്തിയിട്ട് അവൻ ചോദിച്ചു, ഇനി പറയ്, എന്താ നിന്റെ ഐഡിയ? നേത്ര. വാട്ട്? അതേടാ, ആ നേത്രയ്ക്ക് അവനോട് ക്രഷുണ്ട്. ഏ? ആദ്യം അത്ഭുതത്തോടു കൂടി അവളെ നോക്കിയിട്ട് അവൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്തോന്നാണ് ഇത്ര കിടിക്കാൻ? അവൾ നെറ്റി ചുളിച്ചു. എടി പൊട്ടിക്കാളി, അവൾക്കൊരു ക്രഷുണ്ട്. അത് പക്ഷേ അവനല്ല, അവളുടെ കൂടെ പഠിക്കുന്ന ഒരുത്തനാണ്. അത് നിനക്കെങ്ങനെ അറിയാം? അവൾക്ക് എന്ത് പ്രശ്നം വന്നാലും അത് സോൾവ് ചെയ്യുന്നത് മഹിയും ഞാനും കൂടെയാണ്. അവൾക്കവൻ സ്വന്തം ചേട്ടനെ പോലെയാണ്. അതുപോലെ തന്നെയാണ് അവനും. പറഞ്ഞു നിർത്തിയിട്ട് സൈമൺ കണ്ണുകൾ കൂർപ്പിച്ച് നിഷയെ നോക്കി. കാലത്തെ മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് അവളൊരു കാര്യവും പൊക്കി പിടിച്ചോണ്ട് വന്നേക്കുന്നു. അവന്റെ നോട്ടത്തിലെ പരിഹാസം ശ്രദ്ധിക്കാതെ അവൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യം കുറെ കൂടി എളുപ്പമാകും. എന്തോന്നാ നീ ഉദ്ദേശിച്ചത്? എടാ, അസൂയയും കുശുമ്പും ഇല്ലാത്ത പെമ്പിള്ളേരില്ല. നേത്ര ഒന്നു മനസ്സ് വെച്ചാൽ ആമ്പുവിന്റെ മനസ്സിൽ നല്ല കുശുമ്പുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ആ സമയം മഹിയൊന്ന് ശ്രമിക്കുക കൂടി ചെയ്താൽ ഈ സംഭവം സക്സസ് ആകും. എന്തു പറയുന്നു? സംഗതി കുഴപ്പമില്ല. പക്ഷേ ആ രണ്ടെണ്ണത്തിന്റെയും കാര്യമായതുകൊണ്ട് ഒരു സംശയം.
കള്ളുകുടിച്ച കൊരങ്ങന്റെ സ്വഭാവമാണ് രണ്ടിനും. അടുത്ത നിമിഷം എന്തു ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അവൻ ആലോചനയിൽ മുഴുകി. പൊന്നു മോനെ, സപ്ലി എഴുതാൻ പോകുന്നത്ര ബുദ്ധിമുട്ടില്ല ഈ കാര്യം. എന്നാ നോക്കല്ലേ? പിന്നെ അല്ലാതെ. അവൻ സമ്മതം പ്രകടിപ്പിച്ച ആ സമയത്ത് തന്നെയാണ് മുറിയിലെ കോളിംഗ് ബെൽ ശബ്ദിച്ചത്. അമ്മച്ചി വിളിക്കുന്നുണ്ടല്ലോ. അവൻ എഴുന്നേറ്റതിന് പുറകെ അവളും എഴുന്നേറ്റ് അവനോടൊപ്പം താഴേക്കിറങ്ങി. താഴെ അമ്മച്ചിയുടെയും അപ്പച്ചന്റെയും അടുത്തായി മുകളിലേക്ക് നോക്കി നിൽക്കുന്ന മഹിയെ കണ്ട് നിഷയും സൈമണും അവനെ നോക്കി വിളറിയ ഒരു ചിരി ചിരിച്ചു. ഇന്നലെ വരെ നേരിൽ കണ്ടാൽ തങ്ങളുടെ കാര്യവും പറഞ്ഞ് പരസ്പരം കല്ലുവലിച്ചെറിയുന്ന രണ്ടും കൂടി ഒരു മുറിയിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടതിന്റെ ഷോക്കിലായിരുന്നു അവൻ. തുടരും. കഥ ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ദയവായി സബ്സ്ക്രൈബും ചെയ്യണേ. ഇനിയും ഈ വഴിയെ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. ആ പ്രൊഫൈൽ പിക്ചറിൽ കുത്തി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. See you soon.